ഡിഫറൻറ്റ് മീഡിയയുടെ തെരഞ്ഞെടുപ്പ് യാത്ര കൊല്ലം മണ്ഡലത്തിൽ ഒരു പകലും ഒരു രാത്രിയും പൂർണ്ണമായി ചെലവഴിച്ചതിന് ശേഷം അടുത്ത മണ്ഡലത്തിലേക്കുള്ള യാത്രാമധ്യേ നമ്മൾ കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞ് സുപ്രഭാതം എന്ന ഹോട്ടലിൽ നിന്നാണ് ഈ നല്ല സുപ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. അപ്പോൾ കൊല്ലത്ത് രാഷ്ട്രീയ പ്രവർത്തകരുമായും മാധ്യമപ്രവർത്തകരുമായും കൊല്ലത്തെ വിവിധ മണ്ഡലങ്ങളിലെ കൊല്ലത്തെ ഏകദേശം 4ഓളം നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളുമായും ഒക്കെ സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൊല്ലത്തിൻ്റെ ഒരു മൂഡ്, ഈ ഒരു പ്രാഥമിക മൂഡ് എന്താണ് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ ഇഡ്ഡലിയുടെ ആവി പറക്കുന്ന ഇഡ്ഡലി പോലെ തന്നെ നല്ല ചൂടുള്ള തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ കൊല്ലത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രാഥമികമായി നോക്കുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ ഉള്ള ഒരു ചെറിയ എഡ്ജ് എൻ കെ പ്രേമചന്ദ്രന് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രേമചന്ദ്രന് തീർച്ചയായും എഡ്ജുണ്ട്. ഒന്ന് സിറ്റിംഗ് എം പി എന്ന ഒരു കാര്യം, രണ്ട് മികച്ച പാർലമെന്റേറിയൻ എന്നൊക്കെയുള്ള ചില പുരസ്കാരങ്ങളും ഒക്കെ അത് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മേന്മകളാണ്. പിന്നെ അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള വ്യക്തിപരമായ കുറേ ബന്ധങ്ങൾ, ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വ്യക്തിപരമായ ബന്ധങ്ങൾ, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധങ്ങൾ പ്രേമചന്ദ്രനുണ്ട്. പക്ഷേ ഇതിനെ മറികടക്കാതെ എൽ ഡി എഫ് എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം. എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി, ആ ശക്തനായ സ്ഥാനാർത്ഥി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് എൽ ഡി എഫ് ലക്ഷ്യമിട്ടത്. പ്രേമചന്ദ്രൻ്റെ വ്യക്തി പ്രഭാവത്തെ മറികടക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് എൽ ഡി എഫ് നോക്കുന്നത്. മനസ്സിലാവും അത് അങ്ങനെയാണ്. അല്ല, അത് രാഷ്ട്രീയമായിട്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം അവരുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു മണ്ഡലമായിട്ടാണ്. കാരണം തൊഴിലാളി വർഗം ഏറ്റവും നന്നായിട്ടുള്ള മണ്ഡലം. അതിൻ്റെ അടയാളം ശരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഇവിടെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന് കിട്ടി. 1,76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ 7 മണ്ഡലങ്ങളിലായി എൽ ഡി എഫിനുള്ളത്. അപ്പോൾ പൊളിറ്റിക്കലി എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രേമചന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം, ആ വ്യക്തിപ്രഭാവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ തവണ ചവറയിലും കൊല്ലത്തും, ചവറയിൽ 25,000 വോട്ട്, 24,414 വോട്ട്, കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ 15,000 വോട്ട്. ഇപ്പോൾ മുകേഷ് ജയിച്ച സ്ഥലത്ത് ഈ 2 സ്ഥലത്തെയും വലിയ ലീഡാണ് പ്രേമചന്ദ്രന് അനുകൂലമായിട്ട് വന്നത്. ഈ ലീഡിന് പിന്നിൽ ഒരു ചൊല്ലുവിളിയുണ്ട്. അതായത് പ്രേമചന്ദ്രന് കഴിഞ്ഞ ബി ജെ പി കിട്ടിയതാണ്. കാരണം ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ ഇലക്ഷനിൽ വെറും 58,000 വോട്ട് നേടിയുള്ളൂ. ബി ജെ പിക്ക് അസംബ്ലി ഇലക്ഷന് 1.5 ലക്ഷത്തിന് മുകളിൽ വോട്ട് പോയി കഴിഞ്ഞ അസംബ്ലിയിൽ. അപ്പോൾ ബി ജെ പിക്ക് വോട്ട്സ് ഉണ്ട്, പക്ഷേ അതെന്തുകൊണ്ട് കഴിഞ്ഞ സ്ഥാനാർത്ഥി ദുർബല സ്ഥാനാർത്ഥിയെ ഇവിടെ ബി ജെ പി നിർത്തി എന്നൊരു ചോദ്യം. കൊല്ലത്തിന്റെ ഒരു ഹോട്ട് ടോപ്പിക് അത് തന്നെയാണ് അല്ലേ? ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ കൊല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ബി ജെ പിയുമായിട്ട് യു ഡി എഫ് ഉണ്ടാക്കി അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല പറയുന്നത്. കാരണം മാസത്തിൽ പ്രധാനമന്ത്രി നേരത്തെ തന്നെ മോദിയുമായിട്ട് ഒരു ലൈസൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ദേശീയ തലത്തിൽ RSPയുടെ ഒരൊറ്റ സീറ്റാണ്. RSP ഇനിയിപ്പം പ്രേമചന്ദ്രൻ ജയിച്ചാലും മോഡിക്ക് NDA മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് ഒരു സീറ്റ് അവർ മുന്നിൽ കണ്ടുവച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രന് ഇപ്പം ബി ജെ പിയിലേക്ക് പോകാൻ വലിയ മടിയൊന്നുമില്ല. കാരണം ഒറ്റ പാർട്ടിയാണ്, ഒരാളുള്ള പാർട്ടിയാണ്. അപ്പം പൂർവ്വമാറ്റം പ്രശ്നം വരുന്നില്ല. മാത്രമല്ല പ്രേമചന്ദ്രൻ കഴിഞ്ഞ കുറേ കാലമായി ഡൽഹിയിൽ ശക്തമായ ബന്ധങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട്, UP ആയിട്ട് മാത്രമല്ല NDAയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ബന്ധമല്ലേ ബൈപ്പാസിൻ്റെ ഇനാഗുറേഷന് മോഡിയെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. മോദിയുടെ മാനസപുത്രൻ എന്നൊരു വിളിപ്പേര് എന്തുകൊണ്ട് പ്രേമചന്ദ്രന് വരുന്നു? അതിന്റെ തുടർച്ചയായിട്ടാണ് സാബു വർഗീസ് എന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ കാണേണ്ടത്. ആർക്കും അറിയാതെ ദുർബലനായ നമ്മളത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BJP പരിഗണിച്ചത് സുരേഷ് ഗോപി, ശ്രീധരൻപിള്ള എന്നുള്ള പേരുകളൊക്കെ പരിഗണിച്ചിട്ടാണ് ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് കൊല്ലത്ത് നിർത്തിക്കൂടെ? അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് നിർത്തിക്കൂടെ? അപ്പൊ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം. എന്തായാലും ഈ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ച് പറയുന്നത്, കാരണം മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ജനങ്ങളുമായി നല്ല ബന്ധമുള്ള ഒരാളാണ്. വളരെ ഉറ്റ ബന്ധമുള്ള അതാണ് പ്രേമചന്ദ്രൻ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ പറഞ്ഞ BJP ഫാക്ടറും പ്രേമചന്ദ്രന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ അതിന് പൊളിറ്റിക്കലി എങ്ങനെ മറികടക്കാൻ പറ്റും? പൊളിറ്റിക്കലി ഇത് മറികടക്കാൻ ബാലഗോപാൽ ശ്രമിക്കുമ്പോൾ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ട് ബാലഗോപാലിനുള്ള ചാൻസ്. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിനാണ് ഇവിടെ ചാർജ്. തോമസ് ഐസക്കിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അത് തന്നെയാണ്. അത് വിശദമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ വരുന്നുണ്ട്. ആ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ LDF അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാധ്യത. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രാഥമികമായ നിഗമനം ഒരു ടൈറ്റ് നല്ല പോരാട്ടത്തിലേക്കാണ് മത്സരം പോകുന്നത്.
കേരളത്തിലെ ഒരു 5-6 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല പോരാട്ടം നടക്കുന്ന 5-6 മണ്ഡലങ്ങൾ എടുത്തു ക്ലാസിക് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൊല്ലം മാറി യെസ്, അപ്പോൾ കൊല്ലം അങ്ങനെ പ്രവചനാതീതമായി തന്നെ മാറുകയാണ് എന്ന് നമുക്ക് പറയാം, ഈ പ്രാഥമികമായി അല്ലേ. നമ്മളിപ്പോൾ ഇനി അടുത്തത് ആലപ്പുഴയിലേക്ക് ഉള്ള യാത്രയിലാണ്, മറ്റൊരു ഹോട്ട് സീറ്റിലേക്ക്.